ഹായ് ഫ്രണ്ട്സ്, സാബിനാലാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അവിടെ വന്നിരിക്കുന്നത് ഒരു സീരീസ് കഴിഞ്ഞ ദിവസം പിന്നെ OTT റിലീസ് ചെയ്ത ഒരു സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ഹിന്ദി ഹിസ്റ്റോറിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. സീരീസിന്റെ പേര് വരുന്നത് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്നാണ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രി, അതാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ സീരീസിന്റെ എടുത്തിട്ടുള്ളത് ഇതേ പേരുള്ള ഒരു ബുക്കിനെ അടിസ്ഥാനമാക്കിയാണ്. അതായത് ഡൊമിനിക് ലാംബേർ അതുപോലെ ലേറി കോലിൻസും ചേർന്ന് എഴുതിയ ഒരു ബുക്കിനെ, ഇതേ പേരുള്ള ബുക്കിനെ അടിസ്ഥാനമാക്കി എടുത്തൊരു സീരീസാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ആണ് ഈ ഒരു സീരീസ് എന്നുള്ളത്. നിഖിൽ അദ്വാനിയാണ് ഈ ഒരു സീരീസ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സീരീസിന്റെ പ്ലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 1946-47 കാലഘട്ടത്തിലാണ് ഈ സീരീസിന്റെ പ്ലോട്ടായിട്ട് വരുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമാണ് ഇതിൽ പറയുന്നത്. എന്തിനാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നത്, അതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അതിനുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് എങ്ങനെയാണ് എന്നൊക്കെ കാണിക്കുന്ന ഒരു സീരീസാണ്. 7 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു സീരീസാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് ആണ് ഈ ഒരു സീരീസ് എന്നുള്ളത്. മൊത്തം 7 എപ്പിസോഡുകളാണ്. 35-50 മിനിറ്റുകളാണ് ഏകദേശം ഡ്യൂറേഷൻ അടങ്ങുന്ന 7 എപ്പിസോഡ്. മൊത്തം 5 മണിക്കൂറുണ്ട്. ഹിസ്റ്റോറിക്കൽ ഡ്രാമ സീരീസാണ്. അതായത് നമ്മുടെ ചരിത്രം തന്നെ, ചരിത്ര മുഹൂർത്തങ്ങൾ കുറെ അതുപോലുള്ള സംഭവങ്ങൾ, അതായത് കലാപങ്ങൾ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും എന്തിനാണ് പാകിസ്ഥാൻ രൂപീകരിച്ചത്, എന്തിനാണ് എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഈ ഒരു സീരീസ് എന്നുള്ളതാണ്. 7 എപ്പിസോഡുകളാണുള്ളത്. ത്രില്ലർ സംഭവങ്ങളൊന്നുമല്ല, ശരിക്കും നടന്ന സംഭവങ്ങൾ അടിസ്ഥാനമാക്കി എടുത്ത സീരീസാണ്. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഏഡ് ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ജവഹർലാൽ നെഹ്റു വരുന്നുണ്ട്, അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ, പ്യാരിലാൽ, മുഹമ്മദ് അലി ജിന്ന, സരോജിനി നായിഡു, നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭു, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൽ വന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നേതാക്കന്മാരെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അവരൊക്കെ ഈ സീരീസിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ സംഭവങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്. ന്യൂസ് പേപ്പറുകളിലെ ന്യൂസ് കട്ടിങ്സ്, ആ സംഭവങ്ങളൊക്കെ ഇതിൽ കാണിച്ചു പോകുന്നുള്ളതാണ്. ഇടി കേട്ടത്, പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഇതിലെ കാസ്റ്റിംഗ് ഒന്ന് ഞാൻ പറയാം. സിദ്ധാർത്ഥ് ഗുപ്തയാണ് ജവഹർലാൽ നെഹ്റു ആയിട്ട് വന്നിട്ടുള്ളത്. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, വലിയ കുഴപ്പമില്ലാത്ത രീതി ചെയ്തിട്ടുണ്ട്. പിന്നെ ചിരാഗ് വോഹറയാണ് മഹാത്മാഗാന്ധിയായിട്ട് വന്നിട്ടുള്ളത്. ചെറിയ പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നി. അല്ല, ആ ഒരു മുഖം കാര്യങ്ങളൊക്കെ നമ്മൾ ഗാന്ധിജിയെ നേരിട്ട് കണ്ടില്ല, ഫോട്ടോയിൽ കണ്ട് പരിചയമുള്ളൂ. ആ ഒരു സംഭവമാണെങ്കിൽ പോലും കുറച്ചൊരു ഇതുപോലെ തോന്നി എനിക്ക്. എന്നാലും കുഴപ്പമില്ലാത്ത രീതി ചെയ്തിട്ടുണ്ട്. രാജേന്ദ്ര ചൗളയാണ് സർദാർ വല്ലഭായ് പട്ടേലായി ചെയ്തിട്ടുള്ളത്. ഇവർ 3 പേരാണ് ഈ ഒരു സീരീസിൽ മെയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. പിന്നെ ലോർഡ് മൗണ്ട് ബാറ്റൻ പ്രഭു ഉണ്ട്, ലൂക്ക് മക്ബിന്നെ ആണ് ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ളത്. പിന്നെ എഡ്വിന മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ ഭാര്യയായിട്ട് വരുന്നത് കോഡലിയ ബഗേജ. അവരൊക്കെ പെർഫോമൻസും ഒക്കെ എല്ലാവരും നല്ല ചെയ്തിട്ടുണ്ട്. പിന്നെ സരോജിനി നായിഡു ആയിട്ട് വന്നത് മലിഷ്ക മെൻഡോൻസയാണ്. അങ്ങനെ മുഹമ്മദ് അലി ജിന്ന, അത് എടുത്തു പറയുന്ന സംഭവമാണ്. കിഡ്ലം പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ. ആരിഫ് സക്രിയാണ് ആ ഒരു മുഹമ്മദ് അലി ജിന്നയുടെ കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ളത്. കുറച്ചൊരു വില്ലനിസം കൂടിപ്പോയോ എന്നുള്ളത് എനിക്കറിയില്ല. അത് ഇതുപോലൊക്കെ തന്നെ ആയിരിക്കാം, പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത് ചെറുതായിട്ടൊന്ന് കൂടുതലായി പോയോ എന്നുള്ളത്. പിന്നെ മൗലാന അബ്ദുൽ കലാം ആസാദുണ്ട്, പവൻ ചോപ്രയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഫാത്തിമ ജിന്നയുടെ സഹോദരിയായിട്ട് ഇറ ഡബയാണ്. ഇപ്പോൾ VP മേനോൻ ഉണ്ട്. VP മേനോനായിട്ട് KC ശങ്കറാണ്. അങ്ങനെ എന്താ പറയുക, ഇന്ദിരാഗാന്ധിയായിട്ട് അഹല്യ ഷെട്ടി ഉണ്ട്. അങ്ങനെ പഴയകാലം നമ്മുടെ നേതാക്കന്മാർ എല്ലാവരും ഇതിൽ വന്നു പോകുന്നത്. അത് നിങ്ങൾക്കറിയാലോ, ആ ഒരു ചരിത്രമാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ വന്നു പോകുന്നുണ്ട്. എന്തായാലും ഈ ചരിത്ര മുഹൂർത്തങ്ങളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു സംഭവമാണ്. എനിക്കിഷ്ടപ്പെട്ടു. മലയാളം അടക്കമുള്ള എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ് ഈ ഒരു സീരീസ് എന്നുള്ളത്. ഹിന്ദി സീരീസാണ്. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് സോണി ലിവിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മൊത്തം 5 മണിക്കൂറാണ് സീരീസിൻ്റെ ദൈർഘ്യം വരുന്നത്. കണ്ടു നോക്കുക. എന്താ പറയുക, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമാണ് ഇതിൽ പറയുന്നത്. ആ വിഭജനത്തിന് മുമ്പുള്ള സംഭവങ്ങളും ആ ഒരു ഇതിലാണ് വന്ന് നിർത്തിയിട്ടുള്ളത് ഫസ്റ്റ് സീസണ്. അപ്പോൾ സെക്കൻഡ് സീസണ് വിഭജനത്തെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളായിരിക്കാം ഇനി സെക്കൻഡ് സീസണിൽ പറഞ്ഞു പോകുന്നത്. എന്തായാലും വിഭജനം വരെയുള്ള സംഭവങ്ങളാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും കണ്ടുനോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും